വാർത്തയിലേക്ക് വരുമ്പോൾ പൾസർ സുനിക്ക് ജാമ്യം. വിചാരണ കോടതി ജാമ്യം അനുവദിച്ചു. സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ ഉപാധികളോടെയുള്ള ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. രണ്ടുപേരുടെ ആൾജാമ്യത്തിലാണ് ഇപ്പോൾ പൾസർ സുനി പുറത്തിറങ്ങുന്നത്. എല്ലാ തിങ്കളാഴ്ചയും പോലീസ് സ്റ്റേഷനിൽ ഹാജരാവണം, കോടതി പരിധി വിട്ടുപോകരുത്, 1 ലക്ഷം രൂപ ബോണ്ട് കെട്ടിവെക്കണം. ഇങ്ങനെയാണ് ജാമ്യാവ്യവസ്ഥ. കർശന ഉപാധികളോടെ പൾസർ സുനി പുറത്തേക്ക്. ഡാനി ഇപ്പോൾ ഉണ്ട്. ഡാനി, ഈ ജാമ്യ വ്യവസ്ഥകൾ അത് എത്രമാത്രം പ്രധാനപ്പെട്ടതാണ്? എങ്ങനെയാണ് ഇതിൽ സംസ്ഥാന സർക്കാർ കോടതിയിൽ സ്വീകരിച്ച നിലപാട് അതെങ്ങനെയായിരുന്നു? സജിത്ത്, കോടതി ഇപ്പോൾ സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം ഇപ്പോൾ വിചാരണ കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നു. ജാമ്യത്തിൽ വ്യവസ്ഥകൾ നിശ്ചയിക്കാനാണ് ആവശ്യപ്പെട്ടിരുന്നത്. അതനുസരിച്ച് പ്രോസിക്യൂഷൻ ഇതിന്മേൽ വാദം നടന്നിരിക്കുന്നു. അതിൽ ഇപ്പോൾ പറയുന്ന വ്യവസ്ഥകൾ ഇതാണ്. ഉപാധികളോടെ ജാമ്യം അനുവദിച്ചിരിക്കുന്നു. 2 പേരുടെ ആൾജാമ്യം 1 ലക്ഷം രൂപ വീതമുള്ള ബോണ്ട് കെട്ടിവെക്കണം. അതോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും കൺസേൺ പോലീസ് സ്റ്റേഷനിൽ ഹാജരായി ഒപ്പിടണം. കോടതി പരിധി വിട്ട് പോകാൻ പാടുള്ളതല്ല. ഒപ്പം തന്നെയും ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണിന്റെ വിശദാംശങ്ങൾ കൂടി നൽകണമെന്നതടക്കമുള്ളൊരു നിർദ്ദേശങ്ങൾ കൂടി ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ വ്യവസ്ഥകളോടുകൂടിയാണ് ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ഇതിൽ പ്രോസിക്യൂഷൻ തുടക്കം മുതൽ തന്നെ ഈ കാര്യങ്ങളിൽ പ്രോസിക്യൂഷൻ വാദമുഖങ്ങൾ ഉയർത്തിയിരുന്നു. ഇരയുടെ സ്വകാര്യതയെ ഒരു കാരണവശാലും ബാധിക്കരുത്, അത് സ്വകാര്യവും സുരക്ഷയും വളരെ പ്രധാനപ്പെട്ടതാണ്, സമൂഹത്തിൽ ഇത്തരം കുറ്റകൃത്യങ്ങൾ വീണ്ടും ആവർത്തിക്കപ്പെടരുത് എന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞു. അപ്പോൾ കോടതി ഉന്നയിച്ചത്, കോടതി ഒരു നമ്മളിത് പരിശോധിക്കുമ്പോൾ ഒരു കടുത്ത രീതിയിലേക്ക് കോടതി ഇത് കടന്നിട്ടില്ല എന്ന് നമുക്ക് വ്യക്തമാക്കാം. ഇതിൽ സാധ്യതകളുടെ അടിസ്ഥാനത്തിൽ വ്യവസ്ഥകൾ നിശ്ചയിക്കാൻ കഴിയില്ല എന്ന് കോടതി പറയുകയും ചെയ്തു. ഒരു ഘട്ടത്തിൽ സാധാരണ വ്യവസ്ഥകൾക്കപ്പുറത്തേക്ക് പ്രത്യേക രീതിയിലുള്ള വ്യവസ്ഥകൾ എന്തെങ്കിലും നിർദ്ദേശിക്കാനുണ്ടോ എന്ന് പ്രോസിക്യൂഷനോട് കോടതി ചോദിക്കുകയും ചെയ്തു. ജാമ്യ വ്യവസ്ഥകൾ നിശ്ചയിക്കുക മാത്രമാണ് വിചാരണ കോടതിയുടെ അധികാരം. സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചതാണെന്നും കോടതി ഓർമ്മപ്പെടുത്തുകയും ചെയ്തു. അതോടൊപ്പം തന്നെയാണ് ഇതിൽ സാക്ഷികളോട് സംസാരിക്കരുത്, സാക്ഷികളോട് സ്വാധീനിക്കരുത്, മാധ്യമങ്ങളോട് സംസാരിക്കരുത് എന്ന് അടക്കമുള്ള കാര്യങ്ങൾ പ്രോസിക്യൂഷൻ ഉന്നയിച്ചപ്പോൾ കോടതി ചോദിച്ചത് ഈ സാക്ഷികളുടെ പട്ടികയിൽ പൾസർ സുനിയുടെ അമ്മ കൂടി വരുന്നുണ്ട്, അപ്പോൾ അമ്മയോടും സംസാരിക്കരുതെന്നാണോ ഉദ്ദേശിക്കുന്നതെന്നൊരു ചോദ്യം, മറുചോദ്യം കോടതിയുടെ ഭാഗത്ത് നടക്കമുണ്ടായിരുന്നു. അങ്ങനെ പ്രോസിക്യൂഷൻ ഉയർത്തിയ നിരവധിയായ വാദമുഖങ്ങൾ അതെല്ലാം തന്നെ പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ കോടതി ഇതിൽ ജാമ്യ വ്യവസ്ഥകളിലേക്ക് കടന്നിരിക്കുന്നത്. ജാമ്യങ്ങളിൽ പ്രധാനപ്പെട്ട വ്യവസ്ഥകൾ ഇത് തന്നെയാണ്. ഇതിൽ കോടതിയുടെ ഒരു പരിധി വിട്ട് പോകുവാൻ പാടുള്ളതല്ല. 2 പേരുടെ 1 ലക്ഷം രൂപയുടെ ബോണ്ടിലുള്ള 2 പേരുടെ ആൾജാമ്യം, അതോടൊപ്പം തന്നെ എല്ലാ തിങ്കളാഴ്ചയും പോലീസ് സ്റ്റേഷനിൽ ഹാജരായിട്ട് ഒപ്പിടുകയും വേണം. ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ, അതിൻ്റെ ഒരു വിശദാംശങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ കോടതിക്ക് സമർപ്പിക്കുകയും വേണമെന്നൊരു നിർദ്ദേശമാണ് ഇപ്പോൾ വ്യവസ്ഥകളുടെ ഭാഗമായിട്ട് വന്നിരിക്കുന്നത്. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിചാരണ കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നു. ഇനി ഇതിലുള്ള നടപടികളടക്കം പൂർത്തിയാക്കണം. ഇതിൽ കോടതിയുടെ ഉത്തരവും ഈ വ്യവസ്ഥകളും അടക്കം, ഇപ്പോൾ ബോണ്ട് കെട്ടിവെക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ, ആൾജാമ്യക്കാരുടെ വിശദാംശങ്ങൾ, ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ കോടതിക്ക് നൽകുകയും വേണം. ഇതിനുശേഷമാണ് ഈ പൾസർ സുനിക്ക് ജയിലിൽ നിന്ന് ജാമ്യത്തിൽ പുറത്തേക്ക് വരാനായിട്ട് സാധിക്കുന്നത്. അതിൽ സാങ്കേതികമായ അത്തരം നടപടികൾ കൂടി പൂർത്തിയാക്കിയാൽ മാത്രമേ ഇന്ന് പൾസർ സുനിക്ക് ജാമ്യത്തിൽ പുറത്തിറങ്ങാൻ കഴിയുമോ എന്നതടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ പുറത്തേക്ക് വരുവാൻ കഴിയുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദാംശങ്ങൾ അറിയുവാൻ കഴിയും. എന്തായാലും ഈ കേസിൽ പൾസർ സുനിക്ക് സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം ഉള്ള ജാമ്യം അത് ഇപ്പോൾ വിചാരണ കോടതി അനുവദിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും സുപ്രധാനമായ വാർത്ത. അതിൽ വെച്ചിരിക്കുന്ന വ്യവസ്ഥകൾ, അതിൽ പ്രോസിക്യൂഷൻ ഉയർത്തിയ കാര്യങ്ങൾ അതടക്കമുള്ള കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ വ്യവസ്ഥകൾ പൂർത്തിയാക്കിയിരിക്കുന്നത്. പോലീസ് സ്റ്റേഷനിൽ എല്ലാ തിങ്കളാഴ്ചയും തന്നെ ഹാജരാകണം. കോടതിയുടെ പരിധി വിട്ട് പോകുവാൻ പാടുള്ളതല്ല. 2 പേരുടെ ആൾജാമ്യം, 1 ലക്ഷം രൂപയുടെ ബോണ്ടാണ് അവർ നൽകേണ്ടത്. അതോടൊപ്പം തന്നെ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണിന്റെ വിശദാംശങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തുകയും അടക്കമുള്ള കാര്യങ്ങൾ വേണം എന്നതടക്കമുള്ളതാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ കോടതിയിൽ നിന്ന് പുറത്തു വരുന്ന കാര്യങ്ങൾ. ഏതായാലും ജാമ്യം അനുവദിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ് സജിത്ത്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒപ്പം ഈ മാധ്യമങ്ങളോട് സുനി പ്രതികരിക്കുമോ, സുനി പുറത്തേക്ക് വന്നോ, മാധ്യമങ്ങളോട് പ്രതികരിക്കുമോ തുടങ്ങിയ കാര്യങ്ങൾ കൂടിയുണ്ട്. നേരത്തെ ഡാനി അടക്കം ആവർത്തിച്ച് ചോദിച്ചിട്ടും സുനി പ്രതികരിക്കാൻ തയ്യാറായില്ല. ഇനി എന്ത് നീക്കമാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്?
ഇതിൽ സുനാൽ വൈകാതെ പുറത്തേക്ക് എത്തും എന്ന് തന്നെയാണ്, കോടതിക്ക് പുറത്തേക്ക് വരുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അത് ഒരുപക്ഷെ ജയിലിലേക്ക് തന്നെയായിരിക്കും, സബ് ജയിലിലേക്ക് തന്നെയായിരിക്കും കൊണ്ടുപോവുക. കാരണം ഈ ഉപാധികളടക്കമുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. ഇതിൽ ബോണ്ട് അടക്കമുള്ള കാര്യങ്ങൾ നൽകണം, അതിൽ ജാമ്യക്കാരുടെ വിശദാംശങ്ങൾ നൽകേണ്ടതുണ്ട്, മറ്റ് വ്യവസ്ഥകൾ അതിന്റെ കോടതിയുടെ പകർപ്പ് എല്ലാം തന്നെ ലഭിക്കണം. അത് തിരിച്ച ജയിലിൽ അവിടെ എത്തി ഏൽപ്പിക്കണം, അഭിഭാഷകരെ ഏൽപ്പിക്കണം. അങ്ങനെ വ്യവസ്ഥകൾ പൂർത്തീകരിച്ച സാങ്കേതികപരമായ നടപടികൾ പൂർത്തീകരിച്ചാൽ മാത്രമേ ഇന്ന് പുറത്തിറങ്ങാനായിട്ട് സാധ്യതയുള്ളൂ. അത് എങ്ങനെയാണെന്നത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഒപ്പം ഈ മാധ്യമങ്ങളോട് അടക്കം അല്ലെങ്കിൽ സാക്ഷികളോട് അടക്കം ഇതിൽ സംസാരിക്കരുത് എന്നതടക്കമുള്ള നിർദ്ദേശങ്ങളുണ്ട് എന്ന് തന്നെയാണ്. നേരത്തെയും മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായിരുന്നില്ല. അപ്പോൾ ഈ അന്വേഷണത്തെ ഒരു തരത്തിലും ബാധിക്കുന്ന രീതിയിലേക്ക് യാതൊരു രീതിയിലുള്ള പ്രതികരണമോ കാര്യങ്ങളോ ഉണ്ടാകാൻ പാടുള്ളതല്ല എന്നതടക്കമുള്ള വാദങ്ങൾ പ്രോസിക്യൂഷൻ ഉയർത്തിയിട്ടുണ്ട്. എന്തായാലും അതുകൂടി ഈ വ്യവസ്ഥകളിലേക്ക് വരും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് വ്യവസ്ഥകളുടെ ഒരു ആദ്യ വിവരങ്ങളാണ് വന്നിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും തന്നെ പറയുന്നത് രണ്ടുപേരുടെ ആൾജാമ്യവും തിങ്കളാഴ്ച പോലീസ് സ്റ്റേഷൻ ഹാജരാകുക, കോടതി പരിധി വിട്ടാൽ പോകരുത്, 1 ലക്ഷം രൂപയുടെ ബോണ്ട് ഉപയോഗിക്കുക, ഒരു ഫോൺ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ, അതിന്റെ സിമ്മിന്റെ ഒരു സിം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ, അതായത് ഒരു മൊബൈൽ കണക്ഷൻ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അത്തരം കാര്യങ്ങളുടെ വിശദാംശങ്ങളടക്കം നൽകേണ്ടതുണ്ട് എന്നത് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നു എന്നതാണ്. മറ്റ് കാര്യങ്ങളിലേക്ക് ഈ ഘട്ടത്തിൽ വന്നിട്ടില്ല. ഇതിൽ ഒരു പ്രതികരണം ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം അത്തരം കാര്യങ്ങളെല്ലാം തന്നെയും ഈ വ്യവസ്ഥകളുടെ ഒരു ലംഘനമാകുമെന്നൊരു സൂചനയുണ്ട്. അതുകൊണ്ട് വലിയ രീതിയിലേക്ക് അത്തരം ഒരു മാധ്യമങ്ങളോട് സംസാരിക്കുകയോ കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് തോന്നുന്നത്. അല്പസമയത്തിനകം തന്നെ ഈ കോടതിയിൽ നിന്ന് പൾസർ സുനിയെ ജയിലിലേക്ക് സബ് ജയിലിലേക്ക് തിരിച്ചു കൊണ്ടുപോകും. പക്ഷേ കോടതിയുടെ അടക്കമുള്ള സാങ്കേതികപരമായ നടപടികളെല്ലാം തന്നെ പൂർത്തിയാക്കേണ്ടതുണ്ട്. ഈ ബോണ്ട് കെട്ടിവെക്കുക, രണ്ടുപേരുടെ ആൾജാമ്യക്കാരുടെ വിശദാംശങ്ങൾ നൽകുക തുടങ്ങിയ അടക്കമുള്ള കാര്യങ്ങൾ നൽകണം. അതെല്ലാം സാങ്കേതിക നടപടികൾ പൂർത്തീകരിച്ച് തിരിച്ച് ജയിലിൽ അത്തരം കാര്യങ്ങൾ ഏൽപ്പിക്കുകയും വേണം. അതിനുശേഷമായിരിക്കും പുറത്തേക്ക് എത്തുക, ജാമ്യം നേടി പുറത്തേക്ക് വരികയും ചെയ്യുക. സജിത. യെസ്, പൾസർ സുനിക്ക് ജാമ്യം എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും നടപടികൾ പൂർത്തിയാക്കി പുറത്തിറങ്ങേണ്ടതുണ്ട്. ജീവന് ഭീഷണിയുണ്ടെന്ന് സുനിയുടെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. എറണാകുളം റൂറൽ പോലീസ് സുരക്ഷയൊരുക്കണം, കോടതിയുടെ അനുമതിയില്ലാതെ ജില്ല വിട്ടു പോകരുത്, എല്ലാ തിങ്കളാഴ്ചയും ഹാജരാവണം, ഇങ്ങനെ നിരവധി വ്യവസ്ഥകൾ ഉണ്ട്. മാധ്യമങ്ങളെ കാണരുത് എന്ന വ്യവസ്ഥ കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ കർശനമായ ജാമ്യ വ്യവസ്ഥകൾക്ക് ഇടയിലാണ് പുറത്തിറങ്ങുന്നത്. പക്ഷേ സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ച ഒരു പ്രധാനപ്പെട്ട വാദമുണ്ട്. സമൂഹത്തിന് മോശപ്പെട്ട തെറ്റായ സന്ദേശം നൽകുന്നതാണ് ഈ ജാമ്യവിധി എന്നത് കോടതിയിൽ ഉന്നയിച്ചിരുന്നു, സുപ്രീം കോടതിയിൽ ഉന്നയിച്ചിരുന്നു. പക്ഷേ അത് നിഷേധിക്കപ്പെടുകയാണ് ചെയ്തത്. ഡാനി, ഒരു കാര്യം കൂടി, ഇന്ന് ഈ കോടതിയിൽ പ്രോസിക്യൂഷൻ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഈ സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുന്ന ഒരു ജാമ്യ നീക്കമാണിത് എന്നതടക്കമുള്ള നീക്കങ്ങൾ പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അഭിഭാഷകർ അത്തരം എന്തെങ്കിലും നിലപാടെടുത്തിരുന്നു? പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്ന് അത്തരം കാര്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. കാരണം ഈ രീതിയിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു കേസ് തന്നെയാണിത്. അതുകൊണ്ട് ഈ ഘട്ടത്തിൽ ജാമ്യം അനുവദിക്കുന്നു എന്ന സുപ്രീം കോടതിയുടെ തീരുമാനപ്രകാരം ജാമ്യം അടക്കമുള്ള കാര്യങ്ങൾ നേടുകയും ചെയ്തു. പക്ഷേ അതിലേക്ക് വ്യവസ്ഥകൾ അടക്കമുള്ള കാര്യങ്ങൾ കർശനമാക്കി തന്നെ കൊണ്ടുവരേണ്ടതുണ്ട്. ഇതിൽ പ്രധാനമായി ഇടപെടലുകൾ നടത്തേണ്ടതുണ്ട്. കാരണം ഇത്തരം ഒരു വ്യവസ്ഥകൾ വേണ്ടതാണ്. ഇതിൽ പുറത്തിറങ്ങുന്ന പ്രതി ഇത്തരം വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് പുറത്തിറങ്ങേണ്ടതുണ്ട്. കാരണം ഇതിൽ മുന്നോട്ട് വെക്കുന്നത് ഈ സമൂഹത്തിലെ പ്രധാനപ്പെട്ട ഈ രാജ്യം ചർച്ച ചെയ്യപ്പെട്ട ഒരു കേസിന്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രതിയാണ് പുറത്തിറങ്ങുന്നത്. അതുകൊണ്ട് കർശനമായ ഉപാധികൾ വേണ്ടതാണ്. അപ്പോൾ ആ ഉപാധികൾ ചർച്ച ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. സമൂഹം അത് മനസ്സിലാക്കേണ്ടത് തന്നെയാണ്. അതുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു ഉപാധികളടക്കം ഇതിൽ വേണമെന്നതടക്കമുള്ള കാര്യങ്ങൾ പ്രോസിക്യൂഷൻ ഇതിൽ പറയുകയും ചെയ്തിരുന്നു. അതിൽ ഒരു ഘട്ടത്തിൽ ഇതിൽ ഇരയ്ക്ക് ഈ ജാമ്യം അനുവദിക്കുന്നത് പൾസർ സുനിയുടെ ജീവന് ആപത്താകാൻ കാരണമാകരുത് എന്നത് ഇതിൽ സൂചിപ്പിക്കുകയുണ്ടായി. പൾസർ സുനി നിരവധി ക്രിമിനൽ കേസുകൾ പ്രതിയായ പശ്ചാത്തലം ഉള്ള ഒരാളാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇതിൽ ഉന്നയിച്ചു. അപ്പോൾ കോടതി ചോദിച്ചത് ഇത് സുപ്രീം കോടതിയിൽ ഇത്തരം കാര്യങ്ങൾ ചോദിച്ചില്ലേ എന്ന മറുചോദ്യവും സുപ്രീം കോടതിയിൽ ഉന്നയിച്ചില്ല എന്നുള്ള മറുചോദ്യവും കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. എന്തായാലും
ഇതിൽ ആവശ്യപ്പെട്ട പ്രകാരമുള്ള ചില ഉപാധികളടക്കം കടന്നു വന്നിരിക്കുന്നു. മാധ്യമങ്ങളോടടക്കം സംസാരിക്കരുത്, അതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ടതായി ഉയർത്തിക്കൊണ്ടുവന്ന കാര്യങ്ങൾ. കാരണം ഇതിൽ ഏതെങ്കിലും രീതിയിലുള്ള വെളിപ്പെടുത്തലുകൾ അടക്കം ഉണ്ടാകുകയാണെങ്കിൽ അത് വലിയ രീതിയിലേക്ക് ഇതിൽ കാരണമാകും, വലിയ രീതിയിലേക്ക് ചർച്ച ചെയ്യപ്പെടേണ്ട രീതിയിലേക്ക് വരും. വിചാരണയുടെ ഒരു അന്തിമ ഘട്ടത്തിലേക്ക് പോകുന്ന ഒരു കേസാണിത്. ഏതാണ്ടും സമയബന്ധിതമായി സമയം കൃത്യമായി നിശ്ചയിച്ചുകൊണ്ട് ക്ലിപ്തപ്പെടുത്തിക്കൊണ്ടാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം ഇത് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ ഘട്ടത്തിൽ ഒരു മുഖ്യ പ്രതിയുടെ ഭാഗത്ത് ഏതെങ്കിലും രീതിയിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ ഇതെല്ലാം തന്നെ കേസിനെ അടക്കം ബാധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആ രീതിയിലേക്ക് പോകുന്നത് സാക്ഷികളടക്കം സ്വാധീനിക്കാൻ പാടുള്ളതല്ല, അവരോട് സംസാരിക്കാൻ പാടുള്ളതല്ല എന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ പ്രോസിക്യൂഷൻ അത് മുന്നോട്ട് വെച്ചിരിക്കുന്നു. ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ഈ രീതിയിലേക്കുള്ളൊരു വ്യവസ്ഥകളിലേക്ക് വന്നിരിക്കുകയും ചെയ്യുന്നത്. ഇനി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണം. സാങ്കേതികമായ നടപടി കാര്യങ്ങൾ കൂടി പൂർത്തിയാക്കിയാൽ മാത്രമേ പൾസർ സുനിക്ക് ജയിലിന് പുറത്തേക്ക് വരാൻ കഴിയുള്ളൂ. അത് ഇന്നുണ്ടാകുമോ എന്നതാണ് ഇനി അവശേഷിക്കുന്ന ചോദ്യം. പൾസർ സുനി ഇന്ന് തന്നെ പുറത്തു വരുമോ എന്ന പ്രധാനപ്പെട്ട കാര്യം കൂടി അവശേഷിക്കുകയാണ്. എന്തായാലും നടപടിക്രമങ്ങൾ പൂർത്തിയാവേണ്ടതുണ്ട്, അതാണ് വെയിറ്റ് ചെയ്യുന്നത്. എന്തായാലും മലയാള സിനിമാ മേഖലയെ പിടിച്ചുലച്ച ഒരു സംഭവത്തിലെ മുഖ്യപ്രതിയാണ് പുറത്തു വരുന്നത്. 7.5 വർഷത്തിന് ശേഷം പൾസർ സുനി പുറത്തു വരുമ്പോൾ അത് ഈ കേസിൽ നിർണായകമാവുകയാണ്. ഈ കേസിന്റെ തുടർ നടപടികളെ അങ്ങേറ്റം സ്വാധീനിക്കുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട്. പ്രോസിക്യൂഷൻ അത് പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട്. ഈ കേസും ഇതിന്റെ വിവാദങ്ങൾക്കും ഒടുവിലാണ് ഹേമ കമ്മിറ്റി രൂപീകരണവും ഒടുവിലത് പ്രസിദ്ധീകരണവും അടക്കമുള്ള നീക്കങ്ങളൊക്കെ നമ്മൾ കണ്ടത്. ഇപ്പം മലയാള സിനിമയിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിവാദങ്ങളുടെ എല്ലാം തുടക്കം ഈ സംഭവങ്ങളിൽ നിന്നുമാണ്. ഈ ഘട്ടത്തിൽ കൂടി പൾസർ സുനി പുറത്തു വരുമ്പോൾ അത് നിർണായകമാവുന്നു എന്നത് പശ്ചാത്തലം കൂടിയുണ്ട്. കേസിന് ഏതൊക്കെ സ്വാധീനിക്കപ്പെടുമെന്ന കാര്യം കൂടിയുണ്ട്. ഡാനി, 7.5 വർഷത്തിന് ശേഷം ഒരു ആൾ പുറത്തു വരുമ്പോൾ അയാൾ സ്വാഭാവിക ജാമ്യത്തിന് അർഹനാണ് എന്നതാണ് കോടതി കണ്ടെത്തിയ നിലപാട്. സുപ്രീം കോടതിയുടെ നിരീക്ഷണം അങ്ങനെയാണ്. എന്തുകൊണ്ട് വിചാരണ ഇത്ര കണ്ട് നീണ്ടുപോയി എന്ന കാര്യം കൂടിയുണ്ട്. ഇതിൽ വിചാരണ കോടതിക്ക് കൂടി പങ്കുണ്ടോ എന്ന ആക്ഷേപം സുപ്രീം കോടതിയുടെ നിരീക്ഷണങ്ങളിൽ ഉൾപ്പെട്ടിട്ടുകൂടിയുമുണ്ട്. ഇത്തരമൊരു പശ്ചാത്തലമുണ്ട്. സ്വാഭാവികമായും പ്രോസിക്യൂഷന്റെ വീഴ്ച അത് ഈ വാർത്ത വന്ന ആദ്യഘട്ടത്തിലൊക്കെ സിനിമാ മേഖലയിലുള്ളവർ പരാമർശിച്ചിരുന്നു. ഒരുപക്ഷെ ഈ പൾസർ സുനി പുറത്തിറങ്ങുന്നത് ഇനി അങ്ങോട്ട് ഈ കേസിനെ എത്ര കണ്ട് സ്വാധീനിക്കപ്പെടാം എന്ന ആശങ്കയാണ് നിയമവിദഗ്ധർ പങ്കുവയ്ക്കുന്നത്. ഡാനിയിലേക്ക് തിരിച്ചു വരാം. സജി നന്ദ്യാട്ട് നമുക്കൊപ്പം ചേരുന്നുണ്ട്, നിർമ്മാതാവ്. സജി നന്ദ്യാട്ട്, പൾസർ സുനി പുറത്തിറങ്ങിക്കഴിഞ്ഞു. അതിന്റെ നടപടിക്രമങ്ങൾ ഇനി അവശേഷിക്കുന്ന സാങ്കേതിക നടപടിക്രമങ്ങളാണ് പൂർത്തിയാവാനുള്ളത്. സംസ്ഥാന സർക്കാരും പ്രോസിക്യൂഷനും ഒക്കെ പറയുന്നത് പോലെ ഇത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകും എന്ന വിഷയമുണ്ട്. അതിനും അപ്പുറം ഈ കേസിന്റെ തുടർ നടപടികളെ എത്രയധികം സ്വാധീനിക്കപ്പെടും പൾസർ സുനി പുറത്തിറങ്ങുന്നത്? താങ്കൾ എങ്ങനെ കാണുന്നു? നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒന്നും പറയാൻ പറ്റില്ല എന്താ സംഭവിക്കാൻ പോകുന്നത്. പക്ഷെ കോടതി വളരെ വൈസ് ഡിസിഷൻ എടുത്തിരിക്കുന്നു. കാരണം ഒരു ഫോണെ ഉപയോഗിക്കാൻ പാടുള്ളൂ, സാക്ഷികളെ സ്വാധീനിക്കാനോ അതുപോലെ പ്രതികളുമായി മറ്റു പ്രതികളുമായി സംസാരിക്കുവാനോ പാടില്ല, കോടതിയുടെ ജുറിസ്ഡിക്ഷൻ വിട്ട് പോകരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കോടതി കുറെ ഉപാധികൾ വെച്ചിട്ടുണ്ട്. ഇപ്പൊ മാത്രമേ 1 ലക്ഷം രൂപ കെട്ടിവരുള്ളൂ. ഇപ്പൊ തന്നെ കെട്ടിവെക്കാൻ ആൾക്കാർ റെഡിയാണല്ലോ. ഇതിനകത്തൊക്കെ ഞങ്ങൾ അന്ന് പറഞ്ഞു ഇത് ഒത്തിരി ദുരൂഹതയുണ്ട്. ഇപ്പോ നമ്മുടെ അങ്കമാലി കോടതി തുടങ്ങിയ ജാമ്യാപേക്ഷയാണ്. അങ്കമാലി കോടതിയിൽ നിന്ന് പിന്നെ വിചാരണ കോടതി, ഹൈക്കോടതി, സെഷൻ കോടതി, അവിടുന്ന് നേരെ സുപ്രീം കോടതിയിൽ എത്ര പ്രാവശ്യമാണ് ജാമ്യാപേക്ഷ കൊടുത്തത്? ഇതിന് കോടാനുകോടികളുടെ ചെലവുണ്ട്. ഇത് ആര് വഹിച്ചു എന്നുള്ളത് കൃത്യമായി അറിയണ്ടേ? അപ്പൊ ഇത് വേണമെങ്കിൽ അന്വേഷിച്ച് കണ്ടുപിടിക്കാമെന്നുള്ള മിനിറ്റുകൾക്കകം. പക്ഷേ അത് ആരും അത് മെനക്കെടുന്നില്ല. സെലക്റ്റീവായി അന്വേഷണം പോകും. ഇത് വളരെ എന്താ പറയാ, കേരളം ചോദിക്കുന്നതാണ്. ഈ കോടാനുകോടി രൂപ പൾസർ സുനിക്ക് സാധാരണക്കാരന് എങ്ങനെ ലഭിച്ചു എന്നുള്ളതാണ്. അപ്പൊ ഇത് വളരെ അന്വേഷിക്കേണ്ട ഒരു പ്രത്യേക കാര്യമാണ്. മാത്രമല്ല തെറ്റായ സന്ദേശം തന്നെയാണ്. പക്ഷെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധിയെ മാനിക്കാൻ ഓരോ മാതൃകാ പൗരന്മാർക്കും കടമയുണ്ട്. അതുകൊണ്ട് നമ്മൾ അതിനെ അംഗീകരിക്കുന്നു. പക്ഷെ നമുക്ക് വേദനയുണ്ട്. ഇത്രയും ഒരു മോശമായ ഒരു പ്രവർത്തനം നടത്തിയ ഒരാൾക്ക് ജാമ്യം കൊടുത്തു വിടുക. പക്ഷെ അതിന് പറയുന്നത് എന്താണ്? കാരണം 7.5 വർഷക്കാലമായി എന്നാണ് പറയുന്നത്. 7.5 വർഷക്കാലമായി ഇനി വിചാരണ എന്നിവരെ ഉണ്ടാകുന്നതിനെ കുറിച്ച് ബോധ്യമില്ലാത്ത സാഹചര്യത്തിൽ ഈ അനന്തമായി നീളുമെന്ന് ഭയം ഉള്ളതിനാൽ, ആശങ്കയുള്ളതിനാലാണ് ജാമ്യം കൊടുക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കിയിരുന്നത് കാണാം. കാരണം എന്താണ് സംഭവിക്കാൻ പോകുന്നത്? എന്തെങ്കിലുമൊക്കെ മാൽ പ്രാക്ടീസ് ഇവരുടെ ഒത്തിരി തലകൾ വെളിയിലുണ്ടല്ലോ ഉപയോഗിക്കാന്. ജയിലിൽ കിടക്കുന്ന പൾസർ സുനിക്ക് ഇത്ര കോടി രൂപ മുടക്കാൻ വേണ്ടി ആൾക്കാർ വെളിയിലുണ്ടെങ്കിൽ അവരുടെ തലയെന്ന് പറയുന്നത് ഒത്തിരി തലകളുണ്ടാവും. ഒത്തിരി കഥ തിരക്കുന്ന സംഭാഷണങ്ങൾ നമ്മൾ കാണാനിരിക്കുന്നത്. യെസ്, എന്തായാലും ഈ പൾസർ സുനി ജാമ്യത്തിൽ പുറത്തിറങ്ങുമ്പോൾ സ്വാഭാവികമാണ് പൾസർ സുനിക്ക് തനിച്ചത് കഴിയില്ല. സാമ്പത്തിക പിന്തുണ നൽകുന്നവരുണ്ട്, നിയമ പിന്തുണ നൽകുന്നവരുണ്ട്, അല്ലെങ്കിൽ പിന്നിൽ കൃത്യമായ അദ്ദേഹം ചില കാര്യങ്ങൾ
തുറന്നു പറയരുത് എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഉണ്ടാവാം. അതൊക്കെ തെളിയിക്കപ്പെടേണ്ടതാണ്. ഇതിൻ്റെ അങ്ങോട്ടുള്ള നിയമ സാധ്യതകളെ, തുടർ നടപടികളെ, നമുക്ക് ഈ കോടതി ജാമ്യവ്യവസ്ഥകളൊക്കെ വെച്ചാൽ പോലും നമുക്കറിയാം മുൻകാലങ്ങളിലൊക്കെ ജാമ്യം നേടി പുറത്തു വരുന്നവർ നടത്തുന്ന നീക്കങ്ങൾ പലപ്പോഴും ഏത് തരത്തിൽ വരെ പോയിട്ടുണ്ടെന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇവിടെയും അങ്ങനെ ചില കാര്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കണ്ടേ? അതാണ് പറഞ്ഞത്. ഇപ്പൊ നിങ്ങൾ തന്നെ പറഞ്ഞില്ലേ, ഇപ്പൊ ഇതിനകത്ത് എന്തെങ്കിലും വെളിപ്പെടുത്തൽ നടത്തുമോ? ഏതായാലും ദിലീപിന് അനുകൂലമായി ഒരു വെളിപ്പെടുത്തൽ നടത്താനില്ലല്ലോ. കാരണം അദ്ദേഹം ഈ ദിലീപിന് ജയിലിൽ നിന്ന് അയച്ചൊരു കത്താണല്ലോ ദിലീപിനെ കുടുക്കിയിട്ടിരിക്കുന്നത്. അതുകൊണ്ട് വിചാരണ എല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോ ആകെ പ്രതികൾക്ക് പറയാനുള്ളത് എന്താണ്? അത് കേൾക്കാൻ മാത്രമേ ഉള്ളൂ. അവർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കോടതിയോട് പറയാനുള്ള ഫോർമാലിറ്റീസ് മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. അപ്പൊ എന്തായാലും ഇനി ദിലീപിനെ സഹായിക്കാനാണെന്ന് ഇവര് ഈ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ബോധമുള്ള മലയാളിക്കറിയാം ഇനി ദിലീപിനെ സഹായിച്ചിട്ട് കാര്യമില്ല. അപ്പൊ ഇതിന്റെ പിറകിൽ ആരാണ്? അത് വളരെ ദുരൂഹതയാണ്. അത് കണ്ടുപിടിക്കണം. അപ്പൊ സീസറിന്റെ ഭാര്യ സംശയത്തിന് അതീതയായിരിക്കണം. അത് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യമാണ്. അത് വെളിയിൽ വന്നാൽ ഇതിന്റെ മുഴുവൻ കൂടാതെ വെളിയിൽ വരും, ഉറപ്പാണ്. ശരി, വളരെ നന്ദി സജീവ്. നന്ദിയായിട്ട് രാഹുൽ ഈശ്വർ ഉണ്ട്. രാഹുൽ ഈശ്വർ, ഈ പൾസർ സുനി പുറത്തിറങ്ങുമ്പോൾ അദ്ദേഹം എന്തെങ്കിലും കാര്യങ്ങൾ തുറന്നു പറയുമെന്ന് ഞങ്ങൾ ചില മാധ്യമങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അതിന് തടസ്സമുണ്ട്. ജാമ്യ വ്യവസ്ഥകൾ കർശനമാണ്. പക്ഷേ ഈ സുനി പുറത്തിറങ്ങുമ്പോൾ ഇനി അങ്ങോട്ടുള്ള കേസിന്റെ തുടർ നടപടികളെ, കാരണം വിചാരണ ഘട്ടത്തിലാണ്, ഇനി അങ്ങോട്ടുള്ള തുടർ നടപടികളെ അത് സ്വാധീനിക്കപ്പെടും. ഈ കേസ് അതിന്റെ ശരിയായ വഴിക്ക് നീങ്ങില്ല മുഖ്യപ്രതി ജാമ്യം കിട്ടി പുറത്തിറങ്ങുമ്പോൾ. താങ്കൾ അങ്ങനെ കരുതുന്നുണ്ടോ? ഞാനങ്ങനെ കരുതുന്നില്ല. പകരം ശ്രീ സജീവ് നന്ദിയായിട്ട് പറഞ്ഞ കാര്യങ്ങൾ കേരള പൊതുസമൂഹം സീരിയസ് ആയി ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. അദ്ദേഹത്തിന്റെ വാദഗതികളെ ഏറ്റവും നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ്. ഒന്ന്. രണ്ട്, പൾസർ സുനി വിയറ്റ്നാം കോളനിയിലെ റാവുത്തർ ഒന്നും അല്ലല്ലോ. പൾസർ സുനി അവിടുത്തെ ഒരു ലോക്കൽ ക്രിമിനലും പശ്ചാത്തലമുള്ള ഒരാളാണ്. പൾസർ സുനിയുടെ വെളിയിലിറങ്ങലിന് വലിയ പ്രസക്തിയും പ്രാധാന്യവും ഇല്ല. പക്ഷേ അതിജീവിതയ്ക്ക് എന്തെങ്കിലും ആശങ്കയുണ്ടെങ്കിൽ ആ ആശങ്ക ദൂരീകരിക്കാൻ കേരള സർക്കാർ എല്ലാവിധ നടപടികളും നിലപാടും എടുക്കണം. അതിജീവിതയുടെ കംഫർട്ട് ഇതിൽ വളരെ പ്രധാനമാണ്. കാര്യം അവരുടെ ആ മനസ്സിൽ ഉണ്ടാകുന്ന ആശങ്കകൾ നമുക്കെല്ലാം ഉദ്ദേശിക്കുന്ന കാര്യമാണ്. ഒന്ന് ഓർക്കുക, പൾസർ സുനിയും ദിലീപും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ദിലീപിനെ 3 മാസത്തിന് ശേഷം ഈ കേസിലേക്ക് വലിച്ചഴിച്ചു കൊണ്ടുപോകുന്നതാണ്. പൾസർ സുനിയെ നമ്മുടെ അതിജീവിത കണ്ടിട്ടുണ്ട്. ഈ വിഷയത്തിൽ പൂർണ്ണമായ അതിജീവിതയോടൊപ്പമാണ്. അതിജീവിതയ്ക്ക് എന്തെങ്കിലും ആശങ്കകളുണ്ടെങ്കിൽ അത് ദൂരീകരിക്കണം. പക്ഷേ ചില ആൾക്കാർ ശ്രമിക്കുന്നത് ഈ വിഷയത്തെ വൈകാരികപരമായ മുതലെടുത്ത് ഇതുപോലും ദിലീപിനെതിരെ ഒരു ക്യാമ്പയിനാക്കി മാറ്റാൻ ശ്രമിക്കുകയാണ്. അത് ഒരു കാരണവശാലും ചെയ്യരുത്. അത് അനീതിയാണ്, രാഹുൽ ഈശ്വർ, മലയാളത്തിന്റെ പൊതുസമൂഹത്തിന് സംശയമുള്ള കാര്യം, ഒരു സാമ്പത്തിക ശേഷിയുമില്ലാത്ത പൾസർ സുനി ഇത്ര കണ്ട് കോടികൾ അല്ലെങ്കിൽ ലക്ഷങ്ങൾ മുടക്കി എങ്ങനെ നിയമ പോരാട്ടം നടത്തി? ഏറ്റവും ഒടുവിൽ ഈ ജാമ്യവ്യവസ്ഥ പ്രകാരം 1 ലക്ഷം രൂപ അദ്ദേഹം കോടതിയിൽ കെട്ടുവെക്കണം. ഈ പണം എവിടുന്ന് കണ്ടെത്തുമെന്ന ചോദ്യമാണ്. സ്വാഭാവികമായും അദ്ദേഹത്തിന് ചില പിന്തുണ നൽകുന്നവരുണ്ട്. അവരിൽ നമ്മൾ നേരത്തെ പരാമർശിച്ചവരും ഒക്കെ ഉണ്ട് എന്ന സംശയം സ്വാഭാവികമായി ഉയർന്നു വരും. വളരെ കറക്റ്റാണ് സർ, വളരെ കറക്റ്റാണ്. അത് ദിലീപ് വിരോധികളായിരിക്കില്ലേ? ശ്രീ ദിലീപിന് പൾസർ സുനിയോട് എന്ത് ചെയ്യാനാ? പൾസർ സുനിയെ യഥാർത്ഥത്തിൽ ദിലീപിനെ കൊടുക്കാൻ കാരണവും ദിലീപിനെ കള്ളക്കേസിൽ വലിച്ചെറിക്കാൻ കാരണം പോലും പൾസർ സുനിയാണ്. അപ്പോൾ ദിലീപ് അല്ല, ദിലീപ് വിരോധികളാണ് ഇതിന്റെ പിന്നിൽ. പൾസർ സുനിക്ക് എവിടെ നിന്ന് കാശ് കിട്ടി സുപ്രീം കോടതിയിൽ പോവാൻ? പൾസർ സുനിയുടെ അഭിഭാഷകൻ പലതവണ ദിലീപിനെതിരെയാണ് ആഞ്ഞടിച്ചത്. പൾസർ സുനിയുടെ അമ്മ ദിലീപിനെതിരെയാണ് പറഞ്ഞത്. ദിലീപിനെതിരെ മൊഴി പറയുന്ന ഒരാൾക്ക് ശ്രീ ദിലീപ് കാശ് കൊടുക്കുവോ? നേരെ തിരിച്ച് ദിലീപ് വിരോധികൾ പൾസർ സുനിയെ ഉപയോഗിച്ച് ദിലീപിനെ കുടുക്കിയതല്ലേ? എന്തായാലും ജയിലിൽ കിടക്കുന്ന പൾസർ സുനിയോട് നിനക്ക് ഞങ്ങൾ കാശ് തരാം, ദിലീപിനെതിരെ പറയൂ എന്ന് പറഞ്ഞതായിരിക്കാനല്ലേ സാധ്യത കൂടുതൽ. നമുക്കതിന്റെ വസ്തുതകൾ അറിയില്ല. കൂടുതൽ തെളിവുകളും മറ്റും പുറത്തു വരണം. യഥാർത്ഥത്തിൽ ദിലീപ് വിരോധികൾ പൾസർ സുനിയെ ഫണ്ട് ചെയ്യുന്നുണ്ടോ? ഇല്ലെങ്കിൽ ആരാണ് പൾസർ സുനിക്ക് ജാമ്യം കിട്ടാൻ വേണ്ടി കളിച്ചത്? അത്തരം കാര്യങ്ങൾ നോക്കണ്ടേ? ദിലീപിന്റെ ബെസ്റ്റ് ഇൻട്രസ്റ്റ് എന്താ? പൾസർ സുനി ശിക്ഷിക്കപ്പെടണം, ദിലീപ് നിരപരാധിയാണെന്ന് പറയണം. അതല്ലേ ദിലീപ് ആഗ്രഹിക്കുന്നത്. പകരം പൾസർ സുനിയെ എങ്ങനെങ്കിലും വെളിയിലിറക്കി അത് ദിലീപിനെതിരെ ഒരു കരുനീക്കമാക്കി മാറ്റാൻ ദിലീപ് വിരോധികൾ, ശ്രീ നിവിൻ പോളിയെ ചില ആൾക്കാർ സിനിമയ്ക്കുള്ളിൽ നിന്ന് തന്നെ പാരവെച്ചാണെന്ന് നിവിൻ പോളി വെളിപ്പെടുത്തിയിരുന്നു. അതേപോലെ ശ്രീ ദിലീപിനെ സിനിമയ്ക്കുള്ളിൽ നിന്നോ അല്ലെങ്കിൽ ദിലീപ് വിരോധികളായ മറ്റാരെങ്കിലുമോ കൊടുക്കാൻ വേണ്ടി പൾസർ സുനിയെ ഉപയോഗിച്ചാണോ എന്നല്ലേ നമ്മൾ ഇനി നോക്കേണ്ടത്. പൾസർ സുനിയും ദിലീപും തമ്മിൽ ഒരു ബന്ധവുമില്ല നമുക്ക് വ്യക്തമായല്ലോ. കാര്യം പോലീസ് ഇത്രയും കാലം അന്വേഷിച്ചിട്ടും കടുകുമണി പോലും തെളിവ് പോലും കിട്ടിയില്ല. രണ്ടുപേരെ ബന്ധിപ്പിക്കുന്ന ഫോൺ ടവറുകളോ ഫോൺ ലൊക്കേഷനോ കോളുകളോ കിട്ടിയില്ല. ഇവർ തമ്മിൽ യാതൊരു സാമ്പത്തിക ഇടപാടും കിട്ടിയില്ല. അപ്പം പൾസർ സുനിയും ദിലീപും തമ്മിലല്ല ബന്ധം. പകരം പൾസർ സുനിക്ക് ആര് കാശ് കൊടുത്തു, പൾസർ സുനിയുടെ അഡ്വക്കേറ്റിന് ആര് കാശ് കൊടുത്തു തുടങ്ങിയ വളരെ ക്രിട്ടിക്കലായ അങ്ങുയർത്തിയ ചോദ്യങ്ങളാണ് കേരള സമൂഹം ചോദിക്കേണ്ടത്. അത് ദിലീപ് അല്ല, ദിലീപ് വിരോധികളാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അത് സിനിമയ്ക്ക് അപ്പുറത്തേക്ക് ഉണ്ടോ? അത്തരം താങ്കൾ അങ്ങനെ സംശയിക്കുന്നുണ്ടോ? താങ്കൾ കുറെ നാളുകളായി ദിലീപ് എന്ന ഒരു വിഷയത്തിൽ നിലപാട് പൊതുസമൂഹത്തിൽ എടുക്കുന്നയാളാണ്. തീർച്ചയായും രണ്ട് കാര്യങ്ങളാണ്. ഞാൻ രാഹുൽ ഈശ്വറിന്റെ വാക്കുകളായിട്ടുള്ള ശ്രീ ദിലീപിന്റെ വാക്കുകളായിട്ട് പറയാം. ഇത് പറഞ്ഞാലുമല്ല, സുപ്രീം കോടതിയിൽ എഴുതി കൊടുത്തതാണ്. ശ്രീ ദിലീപ് പറഞ്ഞത് പ്രമുഖയായ ഒരു
പ്രമുഖയായ ഒരു പോലീസ് ഉദ്യോഗസ്ഥ ദിലീപിനെ കൊടുക്കാൻ ശ്രമിച്ചു എന്നാണ് ശ്രീ ദിലീപ് പറഞ്ഞത്. അത് സുപ്രീം കോടതിയിൽ എഴുതി കൊടുത്തതാണ്. ആ ഉദ്യോഗസ്ഥയുടെ പേര് ഞാൻ പറയുന്നില്ല. 2, പോലീസിലെ ചിലർ ദിലീപിനെതിരെ വ്യാജ ഫോട്ടോഷോപ്പ് ഉണ്ടാക്കി എന്ന് ശ്രീലേഖ എന്ന് പറയുന്ന പോലീസിന്റെ DGP മാഡം പറഞ്ഞിട്ടുണ്ട്. ദിലീപിന് അനുകൂലമായി ദിലീപിനെ കൊടുക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ സിനിമയൊക്കെ ആകുമ്പോൾ ഒരുപാട് അസൂയയും പ്രതികാരവും ഒക്കെ ഉള്ളൊരു ഒരു മേഖലയാണെന്ന് നമുക്കറിയാം. അങ്ങനെ ആരെങ്കിലും കൊടുക്കാൻ ശ്രമിച്ചതായിരിക്കാൻ സാധ്യതയുണ്ട്. താങ്കൾ അങ്ങനെ തന്നെയാണ് അതിൽ വിശ്വസിക്കുന്നത് അല്ലേ? തീർച്ചയായിട്ടും. എന്തായാലും നന്ദി രാഹുൽ ഈശ്വർ പ്രതികരിച്ചതിന്. പൾസർ സുനി ജാമ്യം കിട്ടി പുറത്തിറങ്ങുമ്പോൾ സ്വാഭാവികമാണ് ഒരു കേസിൽ ഉൾപ്പെട്ട 1-ാം പ്രതി, ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു വ്യക്തി പുറത്തിറങ്ങുമ്പോൾ അതിനെന്ത് പ്രാധാന്യമെന്ന് ചോദ്യമുണ്ടാവും. പക്ഷേ ഇത് ഈ കേസിൻ്റെ പ്രാധാന്യം മറ്റൊരു തരത്തിൽ കൂടിയാണ് എന്നതാണ്. പലതരത്തിലുള്ള ആശങ്കകൾ ഉയർന്നു വരും. ഒന്ന്, അതിജീവിത അവർ ആണ് ഇപ്പോഴും നിയമ പോരാട്ടം നടത്തുകയാണ്. പൊതുസമൂഹത്തിന് മുന്നിൽ കൃത്യമായ നിലപാടെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ്. അവർക്ക് ഉണ്ടാക്കുന്ന ഒരു ആശങ്ക ചെറുതല്ല. അതിൽ എന്തായാലും നമുക്കിപ്പോൾ പ്രതികരണമൊന്നും ലഭ്യമല്ല. പക്ഷേ അത് പൊതുസമൂഹം അതിൽ ജാഗരൂകമാകണമെന്ന ഒരു കാര്യം കൂടിയുണ്ട്. മറ്റൊന്ന്, ആരാണ് പൾസർ സുനിക്ക് പിന്നിലെന്ന ചോദ്യത്തിന് ഇതുവരെ ഉത്തരമുണ്ടായിട്ടില്ല. എവിടെയൊക്കെയോ അവശേഷിക്കുന്ന ദുരൂഹതയിൽ ഇനിയും സത്യം വെളിപ്പെടണമെന്ന സാഹചര്യം കൂടിയുണ്ട്. ഡാനി ഈ നടപടികൾക്കെല്ലാം, അതായത് ഇതിൻ്റെ തുടക്കം മുതൽ ഇപ്പോൾ ഈ പൾസർ സുനി ജാമ്യം കിട്ടി പുറത്തു വരുന്ന കാര്യങ്ങൾക്കെല്ലാം സാക്ഷിയായ ആളാണ്. ഇതിൽ തുടക്കം മുതൽ അവശേഷിക്കുന്ന അല്ലെങ്കിൽ ബാക്കിയാവുന്ന ഒരു ദുരൂഹതയുണ്ട്, ഒരു വ്യക്തതയില്ലായ്മയുണ്ട്. അതിൽ ഒരു വ്യക്തി, ആരോപണ വിധേയനായ ഒരു വ്യക്തിയുണ്ട്, ജയിലിൽ പോയ ഒരു വ്യക്തിയുണ്ട്, നടൻ ദിലീപ്. അദ്ദേഹം ആണോ അല്ലയോ എന്ന കാര്യത്തിൽ ഡാനിയിലേക്ക് തിരിച്ചു വരാം. അഭിഭാഷക ആശ ഉണ്ണിത്താൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്താൻ, ഈ വിഷയത്തിൽ പൾസർ സുനി പുറത്തിറങ്ങുമ്പോൾ പൊതുസമൂഹത്തിനുണ്ടാക്കുന്ന മോശമായ സന്ദേശം അത് പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാണിച്ചു കോടതിയിൽ. പക്ഷേ അത് അംഗീകരിക്കപ്പെട്ടില്ല. ഒടുവിൽ ഇപ്പോൾ ഇത് പുറത്തിറങ്ങുമ്പോൾ കർശനമായ ജാമ്യ വ്യവസ്ഥകളൊക്കെ ഉണ്ട്. പക്ഷേ ഈ കേസിൻ്റെ തുടർ നടപടികളെ ഇനി അങ്ങോട്ടേക്ക് എത്ര കണ്ട് ഇത് സ്വാധീനിക്കപ്പെടും? താങ്കൾ അങ്ങനെ കരുതുന്നുണ്ടോ? സത്യസന്ധമായി സംസാരിക്കുകയാണെങ്കിൽ ഒരു പ്രതിക്ക് ജാമ്യമുണ്ട് എന്ന് മാത്രമേ ഒരു അഡ്വക്കേറ്റ് നിലയിൽ നമുക്ക് സംസാരിക്കാൻ സാധിക്കൂ. ബെയിൽ ഈസ് എ റൈറ്റ്, ജയിൽ ഈസ് എൻ എക്സെപ്ഷൻ എന്നാണ് ജസ്റ്റിസ് കൃഷ്ണയ്യർ കൊണ്ടുവന്നിട്ടുള്ള സംഗതി. അതിന് മുൻപ് ഒരു തിരിച്ചായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഏത് കുറ്റവാളിയാണെങ്കിലും അവർക്ക് ജാമ്യത്തിനൊരു അവകാശമുണ്ട് എന്നുള്ളതാണ്. ഈ കേസിനെ സംബന്ധിച്ചാണെങ്കിൽ ഒരു അക്കാഡമിക് രീതിയിൽ സംസാരിക്കുകയാണെങ്കിൽ ഈ കേസിൽ ജാമ്യത്തിന് അവകാശപ്പെട്ട ഒരു പ്രതിയെ മാറിയിരിക്കുന്നു. പക്ഷേ ഈ കേസിന്റെ മറ്റൊരു സവിശേഷതയുമായി പരിശോധിച്ച് നോക്കുമ്പോൾ ഇത്രയും വലിയ സുപ്രീം കോടതിയിലേക്ക് പോവാനും പലതവണ ഹൈക്കോടതിയിൽ നിന്ന് തള്ളിയിട്ട് സുപ്രീം കോടതിയിൽ എത്താനും ജാമ്യം വാങ്ങിച്ചു കൊടുക്കാനും അതുപോലെ തന്നെ ഈ വളരെ കുറച്ച് സമയം ബാക്കിയുള്ള സമയത്ത് ഈ ജാമ്യത്തിന് വേണ്ടി ഇപ്പോൾ പെട്ടെന്ന് പരിശ്രമിച്ചിറങ്ങുന്നത് എന്തിനാണ്? നെഗോസിയേഷൻസ് ഇനിയും ബാക്കിയുണ്ടോ? ഗൂഢാലോചനക്കാരുമായിട്ട് ഇനിയും ചർച്ചകളുണ്ടോ? അവർ തന്നെയാണോ ഇതിന്റെ പുറകിലെ സ്പോൺസേഴ്സ്, അല്ലെങ്കിൽ അവർ ബിനാമികളാണോ? ഇതൊക്കെ നമ്മളെ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. ഒപ്പം തന്നെ സമാനതകളില്ലാത്ത രീതിയിലുള്ള ഒരു വലിയ ക്രൈമായിരുന്നു. അതുകൊണ്ട് തന്നെ 1-ാം പ്രതി ഇറങ്ങാതിരുന്നു എന്നുള്ളത് ഒരു വിജയമായിട്ടാണ് നമ്മൾ ഇത്രയും കാലം കണക്കാക്കിയിരുന്നത്. ഒരു ചെറിയ ശതമാനത്തിൽ നോക്കുമ്പോൾ ഒരു ചെറിയ ജസ്റ്റിസ് അതിലുണ്ടായിരുന്നു. ഇനി നമ്മളെ സംബന്ധിച്ചോളം ആ ഒരു നൈതികത ഇവിടെ പാലിക്കപ്പെട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. സുപ്രീം കോടതിയിലേക്ക് എത്തുമ്പോഴേക്കും ജാമ്യത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾക്കറിയാവുന്ന ഒരു കാര്യമാണ്, പുറത്ത് ഇപ്പൊ മീഡിയയോ മറ്റാൾക്കാരോ ചർച്ച ചെയ്യുന്ന പോലെയല്ല. അവിടെ എത്തുമ്പോൾ ലോ മാത്രമേ അവിടെ പരിശോധിക്കുള്ളൂ. നിയമപ്രകാരം അയാൾക്ക് അവകാശമുണ്ടോ ഇല്ലയോ എന്നത് മാത്രമാണ് പരിശോധിക്കുക. അവിടെ ഫാക്ട്സ് ഒന്നും ഒരു വിഷയമേ അല്ല. അതും മാത്രമല്ല, ഇതുപോലെ വലിയ സമയമെടുത്തുകൊണ്ടുള്ള ചർച്ചകളോ അല്ലെങ്കിൽ വാദപ്രതിവാദങ്ങളോ ഒന്നും അവിടെ ഇല്ല. അവിടെ ഒരു നിയമപരമായ അയാൾക്ക് ജാമ്യം കിട്ടാമോ, അയാൾ ഇനിയും എവിഡൻസിൽ നശിപ്പിക്കാൻ സാധ്യതയുണ്ടോ? ഇല്ല, എവിഡൻസ് മുഴുവൻ എടുത്തു കഴിഞ്ഞു. ഇനി പ്രധാനിക്കാൻ സാധ്യത ഒരുവിധം എല്ലാ വിറ്റ്നസ്സുകളെയും കവർ ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഇനി അയാൾക്കപ്പോൾ അങ്ങനെയാണെങ്കിൽ ജാമ്യം കൊടുത്തുകൂടെ? ഇങ്ങനെയുള്ള രീതിയിലാണ് എന്തൊക്കെ വ്യവസ്ഥകളാണ് വെക്കേണ്ടത്. ഇതൊക്കെയാണ് 1 ലക്ഷം രൂപ എന്നൊക്കെ പറയുന്നത് ഈ പ്രതിയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പണമല്ല എന്ന് നമുക്ക് അയാൾ സുപ്രീം കോടതിയിൽ പോയ ഒരാളായതുകൊണ്ട് അത് മനസ്സിലാവും. മാത്രമല്ല അയാൾക്ക് ഓഫർ ചെയ്യപ്പെട്ടിട്ടുള്ള മറ്റ് പൈസകൾ എന്താണെന്ന് നമുക്കറിയില്ല. എന്തായാലും ശരി, അയാൾക്കൊരു സോഴ്സ് ഉണ്ട് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ഈ വാദത്തിന് വേണ്ടി അവരുടെ ഭാഗത്തുനിന്ന് പറയേണ്ടാവുക ജയിലിൽ കിടന്ന സമയത്ത് പണിയെടുത്ത കുറച്ച് പണം. ഈ പണം എത്രയോ തവണ അയാൾ ഹൈക്കോടതിയിൽ കയറി ഇറങ്ങി. അപ്പൊ പിന്നെ നമുക്ക് കാണാവുന്ന ഒരു സംഗതി എന്ന് പറയുന്നത് ഇയാളെ സഹായിച്ചിട്ടുണ്ടാവും ഒരു പക്ഷെ ഏതെങ്കിലും വക്കീലന്മാരാവും. അത് നൊട്ടോറിയസ് ആയിട്ടുള്ള ക്രിമിനലുകളെ സഹായിച്ചുകൊണ്ട് പേരെടുക്കുന്ന വക്കീലന്മാരുണ്ട്. അവർക്ക് നിയമപ്രകാരമായി ഡിഫൻസിന് അവകാശമുണ്ട്, സർക്കാർ ചെയ്തു കൊടുക്കും. പക്ഷെ ആ ഒരു നിയമസഹായ അതോറിറ്റിയുടെ ഒരു സഹായം എടുക്കാതെ സ്വകാര്യമായി തന്നെ വക്കീലന്മാരെ വെച്ച് പോകുന്നുണ്ടെങ്കിൽ അവിടെ ആരെങ്കിലുമൊക്കെ അവിടെയും സഹായിക്കാനും ഗൂഢാലോചന ചെയ്യാനും ഉണ്ട് എന്ന് തന്നെ മനസ്സിലാക്കും. അങ്ങനെ നോക്കുമ്പോൾ ഈ കേസിലെ ഈ കൊടും കുറ്റവാളിയായിട്ടുള്ള ഈ മനുഷ്യന് യഥാർത്ഥത്തിൽ നമ്മളുടെ നാട്ടിലെ സാഹചര്യമൊക്കെ അനുസരിച്ച് നോക്കുമ്പോൾ ഇയാൾ പുറത്തിറങ്ങുന്നത്
പൊതുസമൂഹത്തിന് തന്നെ ഭീഷണിയായിട്ടുള്ള ഒരു കാര്യമാണ്. മാത്രമല്ല ഇതൊരു ട്രെൻഡ് കൂടിയാണ്. അതായത് ഈ രീതിയിലൊക്കെ അതിക്രമം ചെയ്യാം എന്നൊരു, അങ്ങനെ ചെയ്താലും ജാമ്യം കിട്ടുമെന്നും അത് പുറത്തിറങ്ങാൻ സാധിക്കുമെന്നും അതിന് കുറച്ച് പണം മാത്രമേ ആവശ്യമുള്ളൂ എന്നും ഒക്കെ മനസ്സിലാക്കുന്ന ഒരു തെറ്റായ സന്ദേശം കൂടിയാണ് നമ്മളുടെ യുവാക്കളുടെ ഇടയിലും അല്ലെങ്കിൽ മറ്റാൾക്കാരുടെ ഇടയിലൊക്കെ അത് പരക്കുന്നത്. അപ്പൊ അത് നമ്മൾ ആത്യന്തികമായി ഒരു ഭയമാണ് നമ്മൾ ഉണ്ടാക്കുക. എന്തു തന്നെയായാലും ഒരു പ്രതി പുറത്തിറങ്ങുക എന്ന് പറഞ്ഞാൽ ആ വിക്ടിമിനെയും സർവൈവറെയും അവരുടെ തൊട്ടടുത്ത ആളുകളെയൊക്കെ സംബന്ധിച്ചോളം ഒരു വലിയ ഭയമാണ്. ഈ ഭയത്തെ കോടതി കാണുന്നത് വളരെ നിരാശാകരമായിട്ടുള്ള ഒരു സംഗതിയാണ്. അങ്ങനെ മാത്രമേ എനിക്ക് ഇതിനെ കാണാൻ പറ്റുന്നുള്ളൂ. അല്ലാതെ സത്യസന്ധമായി സംസാരിക്കുമ്പോൾ നമുക്ക് അവകാശങ്ങളെയും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി എല്ലാ കാലവും നമ്മൾ നിൽക്കും. പക്ഷേ പ്രതികൾക്കും അവകാശമുള്ള ഒരു നീതിന്യായ വ്യവസ്ഥയാണ് നമ്മുടെ ഇത്. നിരാശാജനകമാണ്. കേരള കോടതി ആയിരുന്നെങ്കിൽ അതിലെ ഫാക്ട്സും കൂടി കണക്കൂട്ടിക്കൊണ്ട് ഇത്ര നാളും നിരാകരിച്ചതായിരുന്നു ജാമ്യം. സുപ്രീം കോടതിയിലേക്ക് എത്തുമ്പോൾ ലോ മാത്രം നോക്കുന്നത് കൊണ്ട് സംഭവിച്ചതാണ്. നമ്മുടെ സിസ്റ്റത്തിലെ തകരാറാണത്. അല്ല, നമ്മൾ അത് പറയുമ്പോഴും അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്താൻ ഒരു വിഷയം അവശേഷിക്കുന്നത് 7.5 വർഷം കഴിഞ്ഞതിന് ശേഷം ഒരു പ്രതി ജാമ്യത്തിലിറങ്ങിയാണ്. പക്ഷേ അതൊരു മുഖ്യപ്രതിയാണ്, ഇത്തരമൊരു കേസാണ്, അത് സമൂഹത്തിന് നൽകുന്ന സന്ദേശം അത് തീർച്ചയായും നമ്മൾ പ്രതിരോധിക്കേണ്ടതായിരുന്നു. ആ വീഴ്ച പറ്റിയത് നമ്മുടെ നിയമ സംവിധാനത്തിൻ്റെതാണോ, പ്രോസിക്യൂഷൻ്റെ ജാഗ്രതക്കുറവാണോ, അങ്ങനെ പല ചോദ്യങ്ങൾ കൂടി ഉയരുന്നുണ്ട്. കാരണം വിചാരണ ഇങ്ങനെ നീണ്ടുപോകുന്നു. സുപ്രീം കോടതിയുടെ ഒരു നിരീക്ഷണം അത് ശ്രദ്ധേയമാണല്ലോ. കാരണം സുപ്രീം കോടതി ഈ കേസ് പരിഗണിക്കുമ്പോൾ കേരളത്തിൻ്റെ വാർത്താ പ്രാധാന്യമൊന്നും അവർക്ക് മുന്നിലേക്ക് ഒരുപക്ഷെ വരില്ല, അല്ലെങ്കിൽ കോടതിക്ക് മുന്നിൽ ഫാക്റ്റുകളാണ് തീർച്ചയായിട്ടും, അല്ലാതെ മാധ്യമ ചർച്ചയുടെ ഒന്നും അവർക്ക് കടന്നു വരുന്നതല്ല. അപ്പോൾ ഇത് ഇനി ഈ കേസ് വിചാരണ ഉടനെ ഒന്നും തീരാൻ പോകുന്നില്ല എന്നൊരു നിരീക്ഷണം നടത്തിയാണ് ജാമ്യം അനുവദിക്കുന്നത്. അപ്പോൾ നമുക്ക് പിഴവ് സംഭവിച്ചത് പ്രോസിക്യൂഷൻ്റെയോ അല്ലെങ്കിൽ വിചാരണ കോടതിയുടെ നിയമ നീക്കങ്ങളിലോ ആണോ പിഴവ് പറ്റിയത്? അങ്ങനെ കൂടി കാണണ്ടേ? തീർച്ചയായിട്ടും അതാണ് ഇതിന്റെ ഒരു വലിയ പോയിന്റ്. അതായത് എന്തുകൊണ്ട് വിചാരണ കോടതിക്ക് കൃത്യമായി തന്നെ പ്രോസിക്യൂഷനും വിചാരണ കോടതിക്ക് വേണ്ടി പ്രോസിക്യൂഷൻ പറയാൻ സാധിക്കുന്നില്ല ഇത്രയും സമയത്തിനുള്ളിൽ ഞങ്ങൾ കേസ് തീർക്കുന്നതാണ്. അങ്ങനെ തീർന്നില്ലെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് ജാമ്യം കൊടുക്കേണ്ടതുള്ളൂ. ഇത്രയും കാലം കിടന്ന നിലയ്ക്ക് ഈ കേസ് കഴിയുന്നതുവരെ കിടക്കേണ്ടത് കേരളത്തിലെ വലിയ ഒരു കോലിളക്കം ഉണ്ടാക്കിയ ഒരു കേസ് ആയതുകൊണ്ട്, സമാനതകളില്ലാത്ത രീതിയിൽ ഇന്ത്യയിൽ തന്നെ ഉണ്ടായിട്ടുള്ള ഒരു കേസ് ആയതുകൊണ്ടും, ഈ കേസ് പ്രത്യേകിച്ച് സ്ത്രീയുടെ നേരിട്ടായിട്ടുള്ള അതിക്രമമായതുകൊണ്ടും ഈ കേസ് ഇതിന്റേതായ പ്രാധാന്യത്തിൽ റെയറസ്റ്റ് ഓഫ് ദ റെയർ കേസായി പരിഗണിച്ചുകൊണ്ട് തന്നെ നമ്മുടെ സോഷ്യൽ സ്ട്രക്ചറിനെ മനസ്സിലാക്കിക്കൊണ്ട് കോടതിയെ ജാമ്യം നിഷേധിക്കണം എന്നും, ജാമ്യം കൊടുത്തു കഴിഞ്ഞാൽ അത് നൽകുന്ന സന്ദേശം അത് നെഗറ്റീവ് ആയിരിക്കുമെന്നും, വെറും 2 മാസമോ 3 മാസത്തിനുള്ളിൽ ഞങ്ങൾ തീർച്ചയായും ഈ കേസ് തീർക്കുമെന്നൊരു ഉറപ്പ് പറയാൻ പ്രോസിക്യൂഷൻ സാധിച്ചില്ല എന്നുള്ളത് പ്രോസിക്യൂഷന്റെ എല്ലാ കാലത്തെയും വീഴ്ചയാണ്. ഞാൻ പ്രോസിക്യൂഷനെ അല്ല ഇവിടെ കറക്റ്റ് ആയിട്ട് ബ്ലെയിം ചെയ്യുന്നത്. പ്രോസിക്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റേറ്റ് ആണ്, ജുഡീഷ്യറിയും കൂടിയാണ്. അപ്പോ ആ സ്റ്റേറ്റിന്റെ ഭാഗത്ത് ഇവിടെ നല്ലൊരു വീഴ്ചയുണ്ട്. അതാണ് ഇതിൽ നിന്ന് കിട്ടിയിരിക്കുന്ന സന്ദേശം. എന്തായാലും വളരെ നന്ദി ഡോക്ടർ അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്താൻ പ്രതികരിച്ചതിന്. കാരണം ഇത് 7.5 വർഷം ജയിലിൽ കിടന്ന ഒരു പ്രതിക്ക് വിചാരണ നീണ്ടുപോകുമ്പോൾ സ്വാഭാവിക ജാമ്യം ലഭ്യമാവേണ്ടതാണ്, ഒരു മാനുഷിക നീതിയാണ്, തർക്കമില്ല. പക്ഷേ ഇത്തരമൊരു കേസിലെ മുഖ്യപ്രതി പുറത്തിറങ്ങുമ്പോൾ അത് നൽകുന്ന സന്ദേശം തെറ്റായ സന്ദേശം, അതാണ് അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്താൻ അടക്കമുള്ളവർ ചൂണ്ടിക്കാണിച്ചത്. അവിടെ പരിശോധിക്കപ്പെടേണ്ടത് നമ്മുടെ നിയമ സംവിധാനങ്ങളിൽ പറ്റിയ പിഴവ് കൂടിയല്ലേ എന്നൊരു കാര്യം കൂടിയാണ്. കാരണം ഇത് നൽകുന്ന തെറ്റായ സന്ദേശമുണ്ട്. അതിനുമപ്പുറം ഈ കേസിൻ്റെ തുടർ നടപടികളെ അത് എത്ര കണ്ട് സ്വാധീനിക്കപ്പെടുമെന്നൊരു വിഷയം കൂടി നമുക്ക് മുന്നിൽ അവശേഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഡാനിപ്പോൾ തുടരുന്നുണ്ട്. ഡാനി, ഒരു കാര്യം കൂടി, ഇനി അവശേഷിക്കുന്ന സാങ്കേതിക നിയമ നടപടികൾ എന്തൊക്കെയാണ് പൾസർ സുനി പുറത്തിറങ്ങുന്നതുമായി ബന്ധപ്പെട്ട്? സജിത്ത്, ഇപ്പോൾ പൾസർ സുനി അല്പസമയത്തിനകം തന്നെ കോടതിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇതിൽ ഇനി അവശേഷിക്കുന്നത് ഇതിൽ 2 പേരുടെ ബോണ്ട് അടക്കമുള്ള കാര്യങ്ങളുണ്ട്. അവരുടെ വിശദാംശങ്ങൾ നൽകണം, പണം കെട്ടിവെക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഇത് സംബന്ധിയായ കോടതിയുടെ ഉത്തരവ്, കോടതിയുടെ ആ ഉത്തരവിന്റെ മുഴുവനായ കാര്യങ്ങളെല്ലാം തന്നെ കോടതി ജയിലിൽ എത്തിക്കേണ്ടതുണ്ട്. അപ്പോൾ അത്തരം നടപടികൾ ജാമ്യ വ്യവസ്ഥകളുടെ ഭാഗമായി സ്വാഭാവികമായും പൂർത്തീകരിക്കേണ്ടതാണ്. അതിൽ ഈ 2 പേരുടെ ആൾജാമ്യം, ഒപ്പം തന്നെ തുക കെട്ടിവെക്കുക എന്നതടക്കമുള്ള കാര്യങ്ങൾ പ്രധാനമാണ്. 2 പേരുടെ മുഴുവനായ വിവരങ്ങൾ, വ്യക്തിഗതമായ മുഴുവൻ വിവരങ്ങൾ കൈമാറുക എന്നതടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെയുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ ചെല്ലുക, പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ അത്തരം നടപടികൾ പൂർത്തീകരിക്കുക. അതിനുശേഷം ഇതെല്ലാം തന്നെ ഓർഡറും അതിന്റെ പകർപ്പും കാര്യങ്ങളുമെല്ലാം പൾസർ സുനിയുടെ അഭിഭാഷകരടക്കം ഇത്
ഉദ്യോഗസ്ഥർക്ക് ജയിലിലെത്തി ഉദ്യോഗസ്ഥർക്ക് കൈമാറുന്ന അടക്കമുള്ള കാര്യങ്ങളുണ്ട്. ഇവിടെ നിന്ന് തന്നെ കോടതിയിൽ നിന്ന് തിരിച്ച് ജയിലിലെത്തിച്ച് ഇത്തരം കാര്യങ്ങൾ കൈമാറണം. അത് പരിശോധിച്ച് ഉറപ്പുവരുത്തിയതിനു ശേഷമായിരിക്കും ജാമ്യം നേടിയെന്നുള്ള കാര്യം പരിഗണിച്ചുകൊണ്ട് ജയിലിന് പുറത്തേക്ക് വരിക. പക്ഷെ അതിന് കുറച്ചുകൂടി സാങ്കേതികമായ കാര്യങ്ങളടക്കം പൂർത്തിയാക്കണം, കുറച്ചുകൂടി സമയമെടുക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ ഇന്ന് വൈകുന്നേരമോ അല്ലെങ്കിൽ അത് പിറ്റേ ദിവസമോ ആയിരിക്കാം ജാമ്യത്തിൽ പുറത്തു വരിക എന്നതാണ് നിലവിലെ ഒരു സൂചനകൾ പ്രകാരം മനസ്സിലാക്കുന്നത്. ഇപ്പോൾ കോടതിയിൽ നിന്ന് ഇതുവരെയും പുറത്തിറങ്ങിയിട്ടില്ല. കുറച്ചുകൂടി സമയം കോടതിക്ക് അകത്ത് ഉണ്ട് എന്ന് തന്നെയാണ് അറിയുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില കാര്യങ്ങൾ, ഈ സുരക്ഷ ഉറപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാര്യങ്ങൾ പോലീസിനോടടക്കം ചില കാര്യങ്ങൾ കോടതി ആരായുന്നുണ്ട്. കാരണം ഇതിൽ പ്രമാദമായ ഒരു കേസ്, ഇതിൽ പ്രധാന പ്രതി പുറത്തേക്ക് ഇറങ്ങുന്നു, അതിൻ്റെതായ കാര്യങ്ങളുണ്ട്. അപ്പോൾ സുരക്ഷ അടക്കമുള്ള കാര്യങ്ങൾ പ്രതിയുടേതായാലും ഇരയുടേതായാലും എല്ലാം അടക്കമുള്ള കാര്യങ്ങൾ ഒരേപോലെ തന്നെയാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ചില ഉറപ്പുകൾ കൂടി പോലീസിന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കേണ്ടതുണ്ട്. ആ നടപടികൾ കൂടി പൂർത്തിയാക്കുകയാണ്. അതപ്പോൾ അതിനർത്ഥം കോടതി നടപടികൾ പൂർണ്ണമായും ഇതിൽ അവസാനിച്ചിട്ടില്ല. പൾസർ സുനിക്ക് ജാമ്യം നൽകിക്കൊണ്ടുള്ള കാര്യങ്ങളിലേക്കെല്ലാം തന്നെ കടന്നു വന്നു. അതിന്റെ ഉപാധികൾ നിശ്ചയിച്ചു, കോടതി ജാമ്യം അനുവദിച്ചു. വ്യവസ്ഥകൾ പ്രകാരം സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം വ്യവസ്ഥകൾ അനുസരിച്ചുകൊണ്ട് ജാമ്യം നൽകുകയെല്ലാം തന്നെ ചെയ്തു. എന്നാൽ ഇത്തരം കാര്യങ്ങളിൽ മറ്റ് നടപടിക്രമങ്ങൾ കൂടി പൂർത്തിയാക്കണം. അതിനുശേഷം റൂറൽ SP അടക്കമുള്ള കാര്യങ്ങൾ, അവരിൽ നിന്ന് സുരക്ഷ എത്രമാത്രം, അത്ര കാര്യങ്ങൾ ഏത് രീതിയിലാണ് അതിൻ്റെ ഒരു മുന്നോട്ട് പോക്ക്, അതിൻ്റെ ഒരു ക്രമീകരണവും കാര്യങ്ങളും എങ്ങനെയാണ് എന്നതടക്കമുള്ള റിപ്പോർട്ടുകൾ കൂടി ഒരു SP-യുടെ ഓഫീസിൽ നിന്നടക്കമുള്ള റിപ്പോർട്ടുകൾ കൂടി പരിഗണിക്കുന്നുണ്ട്. ഒപ്പം ഇതിൽ മറ്റൊന്ന് ജില്ലാ പ്രൊബേഷണറി ഓഫീസറുടെ റിപ്പോർട്ട് കൂടി എല്ലാ മാസവും ഇത് സംബന്ധിയായിട്ട് നൽകണം. മാനസിക പരിശോധന റിപ്പോർട്ട് കൂടി എല്ലാ മാസവും നൽകണമെന്നത് സംബന്ധിച്ചാണ് മനസ്സിലാക്കുന്നത്. ഇതിൽ എല്ലാ മാസവും 10-ന് ജില്ലാ പ്രൊബേഷൻ ഓഫീസർ പ്രതിയുടെ പെരുമാറ്റം സംബന്ധിച്ചുള്ള റിപ്പോർട്ട് നൽകേണ്ടതുണ്ട്. കോടതിക്കാണ് ആ റിപ്പോർട്ട് നൽകേണ്ടത്. റൂറൽ SP പ്രതിയുടെ സുരക്ഷ ഉറപ്പാക്കണം. നേരത്തെ നമ്മൾ സംസാരിച്ചാണ്. അതിൽ ഈ റൂറൽ SPക്കാണ് ഇതിനൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇതിൽ പ്രതിയുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങൾ സുരക്ഷ ഉറപ്പുവരുത്തണം. മാധ്യമങ്ങളോട് സംസാരിക്കരുത്. സ്വാഭാവികമായും നേരത്തെയും അത് ഉന്നയിക്കപ്പെട്ടതാണ്. ഉപയോഗിക്കുന്ന ഫോണിന്റെയും സിമ്മിന്റെയും വിവരങ്ങൾ തിങ്കളാഴ്ച കോടതിയെ അറിയിക്കേണ്ടതുണ്ട് എന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ കൂടി പൂർണ്ണമായതിനു ശേഷം, പ്രത്യേകിച്ച് ഈ സിം വ്യവസ്ഥകൾ കാര്യങ്ങളെല്ലാം കൂടി പൂർത്തീകരിച്ചതിന് ശേഷമാണോ ഈ നടപടികളിലേക്ക്, അതായത് ജയിലിന് പുറത്തേക്ക് എത്തുക എന്നതടക്കമുള്ള കാര്യങ്ങൾ പൂർത്തീകരിക്കുക എന്നതുകൂടി അറിയേണ്ടതുണ്ട്. വൈകാതെ അത്തരം കൂടുതൽ വിശദാംശങ്ങൾ കൂടി നമ്മൾക്ക് നൽകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കോടതി ഉച്ചയോടുകൂടി പിരിയുന്നതിന് മുൻപായി ഒരുപക്ഷെ ഇത്തരം കാര്യങ്ങളുടെ ഒരു പൂർണ്ണത വന്നേക്കും. എന്തായാലും ജാമ്യ വ്യവസ്ഥകൾ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. അതിന്റെ നടപടികൾ പൂർത്തിയാക്കണം. അതാണ് സാഹചര്യം. എന്തായാലും പൾസർ സുനി ഉടൻ തന്നെ കോടതിയിൽ നിന്നും പുറത്തേക്ക് വരികയാണ്. കർശനമായ ജാമ്യ വ്യവസ്ഥയുണ്ട്. അതുകൊണ്ട് മാധ്യമങ്ങളോടടക്കം പ്രതികരണം നടത്തുന്നതിന് തടസ്സവുമുണ്ട് എന്നതാണ്. ഇന്നത്തെ ദിവസം വാർത്താ പ്രാധാന്യമുള്ള സംഭവങ്ങൾ കടന്നുപോവുകയാണ്. ഇനി ഷിരൂരിലെ